ഇതാണ് കേട്ടോ ഫിഷ് ബട്ടർഫ്ലൈ. എന്നാണ് മുട്ട ഉണ്ടല്ലേ. മീൻ വെട്ടാണേ. എന്നിട്ട് കറി വെച്ച് തിന്നല്ലേ. ആയിക്കോട്ടെ, എന്നാ മീൻ വെട്ടാൻ നിൽക്കുക. ഇങ്ങാണ് മാറി നിന്നാണ് നിങ്ങൾ കിട്ടുന്നോളി. താഴത്തേക്ക് പോയിക്കോളി, താഴത്തേക്ക് പോയിക്കോളി. പോട്ടെ പോട്ടെ പോട്ടെ. പോണേ. അപ്പൊ നല്ല 3 കിടുക്കാച്ചി മീനുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം എന്താ അറിയോ, ഈ വലിയ മഹാന താഴത്തേക്ക് പോവാം. വലിയ അടുത്ത് കേട്ടാ. ഈ 2 മീൻ എന്ത് ചെയ്യാം, നമുക്ക് ബ്രഷ് ചെയ്തിട്ട് ഉള്ള പരിപാടി കാണിച്ചു തരാം കേട്ടാ. അത് ഈ ഒരു സെറ്റാക്കി കാണിച്ചു തരാം. നിങ്ങളും കിട്ട് ബെരിന്നും കോയ. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ. ഓക്കെ, റെഡി. വാ വാടാ വാടാ. അടിപൊളി മീനാട്ടാ. കാരാപ്പുയ മീനാണ്. എന്താണ് നിങ്ങൾ വലിയ തൊലിയിലാ? അത് പിന്നെ പഴയ കാലത്ത് കോയിൻ ബോക്സിലൊക്കെ ഇട്ടിട്ട് പിന്നെ വിളിക്കും. കോയിൻ ബോക്സിലുണ്ട് പഴയ കാലത്ത് ഫോം വിളിക്കുന്ന പരിപാടി. അതിനൊക്കെ പറ്റുള്ളൂ. ഫോം വിളിക്കലേ. അന്ന് 1 രൂപയുടെ കോയിൻസ് ഇടും. ആ 1 രൂപയുടെ കോയിൻസ് ഇട്ടിട്ട് നമ്മൾ ഫോം വിളിക്കാം. അപ്പോൾ 1 മിനിറ്റ് വിളിക്കാം. അപ്പോൾ അതേ പരിപാടികളുണ്ടായിരുന്നു. അതിന് പറ്റും. അതിനുള്ള വലിപ്പമുണ്ട്. ഇതിൻ്റെ ചെള്ള് ചുണ്ടത്തായ എന്താണ് നിങ്ങൾ നാട്ടിൽ മീനിന് പേര് പറയാം? എന്റെ പേര് പറഞ്ഞത്. ഇപ്പച്ചിന്റെ തുണിയിലാവുക. ആടോ, ഇപ്പച്ചി ഇതിൽ പുളിക്കണ മനുഷ്യനല്ലേ. ചുണ്ടുമലായ അടിപൊളി. അന്റെ ചുണ്ടുമലായ ഈ ചൂടായതുകൊണ്ട് മീൻ പൊതുവെ എല്ലായിടത്തും കുറവാണ്. ഈ കരപ്പലും കുറവാണ്. ഒന്ന് ചെറുതായിട്ടുണ്ട്. മഴ പെയ്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാവും. ഇത് എവിടുന്നാണ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു വീഡിയോ കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 3 ദിവസം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രഷിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരാളെ. അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കാം. ഇങ്ങോട്ട് പിടിച്ചാൽ ക്യാമറ ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് വരി കേട്ടാ. നമ്മളെ ജോലി ഇതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പിന്നെ ഇതുണ്ടാവും. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും വിചാരിക്കുന്നുണ്ട്. പിന്നെ വളരെ സാവധാനം ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഇതിൽ പിന്നെ മുട്ട ഉണ്ട് കേട്ടോ. മീനിൽ മുട്ട വലിയൊരു കപ്പലൊന്നും അല്ല മുട്ട, എന്നാലും ടേസ്റ്റ് ഉണ്ട്. കോഴി മുട്ട അല്ല, മീൻ മുട്ട, എഗ്, എണർ. അപ്പോൾ ഇതാട്ടാ ഇതാണ് മുട്ട ഉണ്ടല്ലേ ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, നമ്മളതിൻ്റെ പൂവ് ഫ്ലവർ ഇതിൻ്റെ ശ്വാസം വലിച്ചെടുക്കുന്ന പരിപാടി എല്ലാ പ്രക്രിയകളും നടക്കുന്ന സ്ഥലം. അതെടുത്തു. ഇനി നമുക്ക് തരാമല്ലോ. ഇതിൻ്റെ കച്ച ശ്വാസം, ഇതിനൊക്കെ ശ്വാസം പോയില്ലേ. നമ്മൾ പിടിക്കുമ്പോൾ ശ്വാസം കുത്തൂല. കണ്ടില്ല കാണാം. മുട്ട കണ്ടോളിട്ടോ. മുട്ട ഉണ്ടാവുന്ന സമയങ്ങളിൽ പൊതുവെ മീനുകൾക്ക് ടേസ്റ്റ് കുറയും. ഇതിൻ്റെ ട്യൂബിലേക്ക് ഇപ്പച്ചി എന്തൊക്കെ ചെയ്യണെന്നാ. ഇപ്പച്ചി ഇതുമ്മ പിന്നെ കല വിരുത് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുട്ട. കണ്ടോളി ഇതാട്ടാ മുട്ട. കണ്ടില്ല. മുട്ടയുടെ പാത്രം കാട്ട്. അപ്പൊ നമ്മളിതാ ഒരു ഒറ്റ ചെറുതാക്കിയിട്ടൊന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസ് കട്ട് ചെയ്യാം. ഓട്ടെ, ചോര
ആ ബ്ലഡ്. അടുത്ത മീൻ നമുക്ക് ചെത്തിയിട്ടേ ശരി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരട്ടെ. അത് വീട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി എത്തിയിട്ടുള്ളത് പിന്നെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത് കാണിച്ചു തരാം. ആ അടുത്ത എപ്പിസോഡ്. അതാ അത് ബ്ലഡ്. ഏത് ഏത് റൗണ്ടാ കറി വെക്കുക വറക്കുക ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം. അതിൽ ഒരാൾ നമുക്ക് ചൂടാനുള്ള പരിപാടിക്കാണ് കേട്ടാ. ഓ ആയോ ആയോ മേത്തുകായ നല്ല കുപ്പായത് കുപ്പായപ്പച്ചി തീണ്ടിട്ടാ. കണ്ണുമൊക്കെ അപ്പൊ ഇതാ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഇതാ ഈ ഒരു വലുപ്പമുള്ള പീസാക്കിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് കറി വെക്കുക. വറുത്ത് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്താണ്? കറി വെച്ച് കഴിക്കാണ്. അത് കറി വെച്ച് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഇതാക്കിയിരുന്നു. വലിയ പീസാണ് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വലിപ്പം കൂടിയെന്നുണ്ടെങ്കിൽ ഇത്ര ആക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മുട്ടി ഇടാ കറി വെക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു പീസാക്കുക. ഈ പീസാക്കാൻ സിമ്പിളാണ് കേട്ടോ. മുട്ടി നടുവിൽ ഒരു കൊത്തുകൊത്തിയാൽ തീർന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ തലയാണ്. ഇനി അടുത്തതായിട്ട് തലക്കറി ഉണ്ട്. തല നമുക്ക് എന്താ പറയുക 2 കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇടണുള്ളൂ. ആണോ ഇതിങ്ങനെ ഞാൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇങ്ങനെ കറി വെച്ചാണ്ടല്ല ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ പാത്രം പറ്റേ അതാ വന്നല്ലോ. കൂടുതൽ നമ്മൾ ചുടാനുള്ളതും കൂടി പിന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ചുടാൻ എന്ത് ചെയ്യുന്നത് വെച്ചാലേ എന്നെ പൊന്തി ശരി കൂടെ. ഓക്കെ ബ്രഷ് ഒന്നും ചെയ്യില്ല. ബ്രഷ് ചെയ്യണ പരിപാടി ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യാ ബട്ടർഫ്ലൈ ആക്കുക. കത്തയല്ല ഇത് ചൂടാണ്. ഇത് സിംഗാരി എന്ന് പറയും. ബട്ടർഫ്ലൈ ആക്കുക കേട്ടാ. ഫിഷ് ബട്ടർഫ്ലൈ ഫോർ ബാർബിക്യൂ. ബട്ടർഫ്ലൈ ഇതാണ് ഫിഷ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈന്റെ രൂപ ആക്കലാണ് നമ്മള് കലാകാരൻ. ഇതതിന്റെ ഫ്ലവർ ഹെഡ്. കൈ ഇങ്ങോട്ട് വരില്ല കേട്ടാ. അപ്പൊ ഇതാണ് ബട്ടർഫ്ലൈന്റെ പരിപാടിയാണ് നമ്മൾ ഇതാക്കുന്നത്. ഇങ്ങോട്ട് പിടിച്ചാണ് ഇങ്ങോട്ട് പിടിച്ചാ. ഇത് ബട്ടർഫ്ലൈ ആക്ട്. എന്താണ് കൊതുവിനോട് പറഞ്ഞാളാ കടിക്കണ്ടെന്ന് പറഞ്ഞാ. കൊതുകെ കടിക്കല്ലേ എന്ന് പറഞ്ഞാണ്. കൊതുക് കടിക്കല്ലേ റെനുവിനെ, കൊതു കടിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പൊളിക്കാനുള്ളത് പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. ക്യാമറ ആയിട്ടുണ്ട് വരി. ക്യാമറാമാൻക്ക് നല്ല അത്തറ് പൂസി കൊടുക്കുന്നതാണ്. നമ്മൾ കത്തി കുറയിക്കുന്ന അണച്ചിട്ടാ. അപ്പോൾ ഇതിൽ പിന്നെ മീനിൻ്റെ മുട്ട ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ ഇരിക്കണോ ചോദിക്കും. ഇവിടെ എന്താണ് കൈമക്കായ എൻ്റെതോ. ഓക്കെ ഭാഗ്യമുണ്ട്. രണ്ടാൾക്കും പല സ്ഥലത്തല്ലേ കിട്ടിയിരിക്കണ് സമ്മാനം. അപ്പോൾ ഇതിലും മുട്ടയുണ്ട് കേട്ടോ. ഇത് ഓക്കെ കൈകാ മോളെ പൊന്നോ. വെയിറ്റ് ആൻഡ് സീ ബ്യാബി. കുഴപ്പമില്ല. അപ്പോൾ എന്താക്കിയിട്ടുണ്ട്, മുട്ട അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചുടുമ്പോൾ മുട്ട തന്നെ വെച്ചിട്ട് ചുട്ടാൽ എങ്ങനെയുണ്ട് വേണ്ട. മുട്ട ഇതിൻ്റെ കൂടെ ചുടണ്ട, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ പരിപാടി തീർന്നിട്ടുണ്ട്. പാലൊന്നും വെട്ടുന്നില്ല കേട്ടോ, ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇതാണ് ഫിഷ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫിഷ് ബട്ടർഫ്ലൈ ചുടാൻ വേണ്ടിയിട്ട്. കണ്ടോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത ഇതിന്റെ മീൻ ചെത്തുന്ന വീഡിയോ അടുത്തത് വരുന്നുണ്ട്. ഓക്കെ, എല്ലാം കൂടി ഒന്നിലാക്കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു.